കേരളത്തിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ നോക്കൂ, 2023-24 പിന്നീട് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തിരിക്കുന്ന 225 പ്രാവശ്യം ഒരു വർഷം, ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്ന 67 പ്രാവശ്യം, മൊത്തം ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് പകുതിക്കടുത്ത തുക ഒരു വർഷം കടം മേടിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരളം, ആ തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഈ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പണം ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും കേൾക്കാനായിട്ടുള്ള സുഖമുള്ള കാര്യങ്ങളല്ല, അത് തരാൻ പോകുന്നു, ഇത് തരാൻ പോകുന്നു, മറ്റേ തരാൻ പോകുന്നു, എല്ലാവർക്കും വേണമെങ്കിൽ പ്ലെയിൻ തരാൻ പോകുന്നു എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊന്നും ഒരു കഥയില്ല. കാരണം അത്രയും പരിതാപകരമായിട്ടൊരവസരം. കേരളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സമ്പൂർണ്ണമായിട്ടുള്ള കടക്കണിയിലും തകർച്ചയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള ഒരു ഡേറ്റയും, നമ്മുടെ മുമ്പിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഡേറ്റയും ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കാണിക്കാനായിട്ടുള്ള ഒന്നുമില്ല. എല്ലാ വിഭാഗക്കാരും, അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗക്കാരും, അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രംഗങ്ങളും, എല്ലാ വികസന മേഖലകളും, എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭനത്തിലും തകർച്ചയിലേക്ക് നമ്മൾ നീങ്ങുന്നു.